നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ? എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? ഇതിൽ ആ ഫ്രണ്ടിലത്തെ 2 സെൻട്രൽ ഇൻസൈസേഴ്സ് അത് വളരെയധികം വലുതാണ്. അത് ആ പേഷ്യന്റ് ഒരു മെയിൻ കൺസേൺ ആയിരുന്നു. അത്രയും വലിയ സെൻട്രൽ ഇൻസൈസേഴ്സ്. അതിന്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 ഷേപ്പ് ഇങ്ങനെ ഇരിക്കുന്നത്. സാധാരണ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതിന് പകരം ആ പല്ലുകളിൽ ഇത് രണ്ടും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ പല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് ഒരു നല്ല കോൺഫിഡന്റ് ആയിട്ട് സ്മൈൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇൻസ്റ്റയിൽ ഒരു നല്ല റീൽ ഇടാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് പുള്ളിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ സ്മൈൽ ഡിസൈൻ ചെയ്തു. ഫ്രണ്ടിലെ 4 പല്ലുകൾ വിനേഴ്സ് ചെയ്ത് ഷേപ്പ് മാറ്റി, കളർ നമ്മൾ മാറ്റിയിട്ടില്ല. ഹി വാസ് ഹാപ്പി വിത്ത് ഹിസ് കളർ. അതിനുശേഷം പുള്ളിക്ക് 4 വെനീസ് ആണ് കൊടുത്തത്. പുള്ളിക്ക് കെനൈൻസ് മാറ്റണ്ട, അത് ഓക്കെ ആണെന്ന് പറഞ്ഞു. കെനൈൻസ് കുറച്ച് ഡാർക്ക് ആയിരുന്നു. അപ്പൊ അതിനുശേഷം നമുക്ക് പുള്ളിക്ക് ഒരു ടീത്ത് വൈറ്റനിങ് കൂടെ ചെയ്ത് ഇവിടെ കളേഴ്സ് എല്ലാം നമ്മൾ നല്ല കളറിലേക്ക് ആക്കി. അതിനുശേഷമുള്ള ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഫൈനൽ റിസൾട്ട് നോക്കുമ്പോൾ പുള്ളിയുടെ പഴയ സ്മൈല് പുതിയ സ്മൈല് തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾക്ക് ഈ പഴയ സ്മൈലും പുതിയ സ്മൈലും തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലാകുമ്പോൾ എത്രത്തോളം പുള്ളിയുടെ സ്മൈല് മാറി, എത്രത്തോളം പുള്ളി കോൺഫിഡൻസ് പുള്ളി കിട്ടി എന്നുള്ള പുള്ളിയുടെ സ്മൈല് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനത്തെ സ്മൈൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ സ്മൈൽ എന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു തരാം.